നമസ്കാരം, ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEBയുടെ പാർട്ട് 3 ആണ്. CSEB പ്രീവിയസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ PYQ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ടിലോട്ട് നമ്മൾ കിടക്കുകയാണ്. നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഡാഷ് പ്രസൻറ്റ്. ഓപ്ഷൻ എ ആർ, ഓപ്ഷൻ ബി വെയർ, ഓപ്ഷൻ സി വാസ്, ഓപ്ഷൻ ഡി ഹാവ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വാസ് ആണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ട് ഇവിടെ വാസ് ആൻസറായി വന്നു. ഇവിടെ എവരി ബോയ് ആൻഡ് എവരി ഗേൾ എന്നാണ്. അപ്പോൾ ആൻഡ് കൊണ്ട് എവരി അല്ലെങ്കിൽ ഈച്ചൊക്കെ ഉപയോഗിച്ച് ആൻഡ് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടുന്നത്? സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. എവരിയോ ഈച്ചോ ഒക്കെ ഉപയോഗിച്ച് ആൻഡ് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ വെർബ് എന്താണ്? സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടുന്നത്. എവരി ബോയ് ആൻഡ് എവരി ഗേൾ, ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ, അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് എഴുതുക? സിംഗുലർ വെർബ് എഴുതുക. ഇവിടെ എവരി ബോയ് ആൻഡ് എവരി ഗേൾ എന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്തു. അപ്പോൾ എവരിയോ ഈച്ചോ ഒക്കെ ആവർത്തിച്ചു കൊണ്ടാണ് ഇങ്ങനെ രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്യുന്നത് എങ്കിൽ വെർബ് നിങ്ങൾ എന്ത് എഴുതുക? സിംഗുലർ തന്നെ എഴുതുക. അതിൻ്റെ എക്സ്പ്ലനേഷനാണിത്. ഈച്ച്, എവരി എന്നിവ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചാൽ അതിനുശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കുക. ഈച്ചോ എവരിയോ ഒക്കെ ആവർത്തിച്ചുകൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്താൽ അതിനുശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടുന്നത്. ഇവിടെ ഓപ്ഷനിൽ ഏതാ സിംഗുലർ? വാസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി വാസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്തോട്ട് നമ്മൾ പോവുകയാണ്. നോക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഡാഷ് ഇൻഡിപെൻഡന്റ് ഇൻ 1947. ഓപ്ഷൻ എ ഹാഡ് ബിക്കം, ഓപ്ഷൻ ബി ഹാസ് ബിക്കം, ഓപ്ഷൻ സി ബിക്കെയിം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബിക്കെയിം ആണ്. എന്തുകൊണ്ട് നമ്മൾ ബിക്കെയിം എന്ന V2 ഫോം ഇവിടെ യൂസ് ചെയ്തു? സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോളൂ. ഈ സെൻറ്റൻസിൽ നമ്മൾ എന്താണ്? ഒരു പാസ്റ്റ് ഇയർ കണ്ടു. ഇപ്പോൾ നമ്മുടെ വർഷം 2025 2025 ആണ്. 1947 എന്ന് പറയുമ്പോൾ അതെന്താകുന്നു? അതൊരു പാസ്റ്റ് ഇയർ ആകുന്നു. അങ്ങനെ ഒരു പാസ്റ്റ് ഇയർ നമ്മുടെ സെൻറ്റൻസിൽ വന്നാൽ നമ്മൾ അവിടെ എന്തേ ഉപയോഗിക്കാവൂ? സിമ്പിൾ പാസ്റ്റ് ടെൻസേ ഉപയോഗിക്കാവൂ. ഒരു പാസ്റ്റ് ഇയർ സെൻറ്റൻസിൽ വന്നാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റിൻ്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അവിടെ ഇന്ത്യ എന്ന സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിൻ്റെ V2 ഫോമാണ് യൂസ് ചെയ്യേണ്ടുന്നത്. ഇവിടെ V2 മാത്രമായിട്ട് കിടക്കുന്നത് ഓപ്ഷൻ സിയിലാണ്, ബിക്കെയിം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ പഠിച്ചു വെക്കുക. ഇതേ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു പാസ്റ്റ് ഇയർ സെൻറ്റൻസിൽ വന്നിട്ടുണ്ടോ അവിടെ നമ്മൾ എന്ത് എഴുതുക? V2 ഫോം എഴുതുക. ഇതിന് മുമ്പിൽ സിൻസും ഫോറും ഒന്നും വന്നിട്ടില്ല. സിൻസും ഫോറും ഒക്കെ വന്നാൽ ടെൻസ് ഒക്കെ മാറും. ഒരു പാസ്റ്റ് ഇയർ മാത്രമേ, വേറെ ടൈം വേർഡ് ഒന്നും ഇല്ല, വേറെ മറ്റ് ടൈം വേർഡുകളൊന്നും ഇല്ലാതെ ഒരു പാസ്റ്റ് ഇയർ മാത്രം സെൻറ്റൻസിൽ വന്നാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കിടക്കുന്നത്. സെൻറ്റൻസിൽ ഒരു പാസ്റ്റ് ഇയർ വന്നാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമുക്കിനി തേർഡ് ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. നോക്കുക. മൈ മദർ ഡാഷ് കുക്കിംഗ്. മൈ മദർ ഡാഷ് കുക്കിംഗ്. ബ്രാക്കറ്റിൽ ലൈക്ക് എന്ന ഒരു വെർബും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പിച്ച് 2, 3, 4 ക്വസ്റ്റ്യൻ വരെ, അടുപ്പിച്ച് ഒരു 4 ക്വസ്റ്റ്യൻ വരെ CSEBക്ക് ഇതേ പാറ്റേണിൽ ഈ ഒരു ഹെഡിൽ നിന്ന് ഇതേ സ്ട്രക്ചറിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് എല്ലാം നമുക്ക് കിട്ടുകയാണ്. നോക്കുക, ഇവിടുത്തെ ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കുകയാണ്. ഓപ്ഷൻ എ ലൈക്സ്, ഓപ്ഷൻ ബി ഈസ് ലൈക്കിംഗ്, ഓപ്ഷൻ സി
ഹാസ് ബീൻ ലൈക്കിംഗ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലൈക്സ് ആണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ട് നമ്മൾ ലൈക്സ് എന്ന ആൻസർ ചൂസ് ചെയ്തു. മൈ മദർ ഡാഷ് കുക്കിംഗ്. അവിടെ ലൈക്ക് എന്ന വെർബ് കണ്ടു. ഇപ്പോൾ ഈ ലൈക്ക്, ലവ്, ഹേറ്റ് ഇതൊക്കെ എങ്ങനെയുള്ള വെർബാണ്? സ്റ്റാറ്റീവ് വെർബാണ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റീവ് വെർബ് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ കേൾക്കുക, ലൈക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വെർബാണ്. അപ്പോൾ സ്റ്റേറ്റീവ് വെർബ് വരുമ്പോൾ ഈ സ്റ്റേറ്റീവ് വെർബിനെ നമ്മൾ എന്താണ് ING രൂപത്തിൽ പറയാറില്ല. കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സ്റ്റേറ്റീവ് വെർബുകളെ ഉപയോഗിക്കാറില്ല. സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരം സെൻറ്റൻസുകളാണ്, വെർബുകളാണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്റ്റേറ്റീവ് വെർബുകളെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല. നമുക്ക് എപ്പോഴും CSEB ഇതേപോലെ ഓരോ സ്റ്റേറ്റീവ് വെർബുകൾ വരുമ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. നമ്മുടെ സബ്ജക്റ്റ് നോക്കിയിട്ട് അത് സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ സിംഗുലർ വെർബ് എഴുതുക. സബ്ജക്റ്റ് നോക്കിയിട്ട് അത് പ്ലൂറൽ ആണെങ്കിൽ നിങ്ങൾ പ്ലൂറൽ വെർബ് എഴുതുക. ഇവിടെ മൈ മദർ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് നിങ്ങൾ സിംഗുലറായ ലൈക്സ് എഴുതുക. വ്യക്തമാക്കി തരാം, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് നല്ലപോലെ വ്യക്തമാക്കി തരാം. എന്താണ് സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞാൽ? വെർബ് ദാറ്റ് ഡിനോട്ട്സ് എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ. മീൻസ് ഒരു സബ്ജക്റ്റിൻ്റെ പ്രവൃത്തിയല്ലാത്ത, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന എന്താ? ആക്ഷൻ വെർബുകളാണ് അഥവാ ഡൈനാമിക് വെർബുകളാണ്. നമ്മുടെ ഒരു ഈറ്റ്, ഡ്രിങ്ക്, വോക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന തരം വെർബുകളെയാണ് നമ്മൾ ഡൈനാമിക് വെർബ് അഥവാ ആക്ഷൻ വെർബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സബ്ജക്റ്റിൻ്റെ അതേപോലുള്ള ഒരു പ്രവൃത്തിയല്ലാത്ത ഒരു അവസ്ഥയെ കാണിക്കുന്ന വെർബിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നോക്കുക, ഒരു സബ്ജക്റ്റിൻ്റെ പ്രവൃത്തിയല്ലാത്ത ഒരു അവസ്ഥയെ കാണിക്കുന്ന വെർബിനെയാണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി അല്ലാത്ത ഏതൊക്കെ? നമ്മുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ തോട്ട്സ്, പിന്നെ സെൻസസ്, നമ്മുടെ സെൻസ് ഓർഗൻസ് വരുന്ന എല്ലാം നോക്കിയാൽ മതി. സെൻസസ് ലൈക്ക് സീ, ടേസ്റ്റ്, സ്മെല്ല്, ഹിയർ, ഇങ്ങനെയൊക്കെ ഫീൽ, ഇങ്ങനെയൊക്കെയുള്ള സെൻസസുകൾ ഇവയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന തരം സെൻറ്റൻസുകളെയാണ് വെർബുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്റ്റേറ്റീവ് വെർബ് എന്ന് വിളിക്കുക. അപ്പം പ്രവൃത്തി മീൻസ് എന്താ? ഒരു വെർബ് എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയെ കാണിക്കുന്നതാണെങ്കിൽ, ഒരു ഡൈനാമിക് അഥവാ ആക്ഷൻ വെർബ് ആണെങ്കിൽ അതെന്താണ്? ഡൈനാമിക് അഥവാ ആക്ഷൻ വെർബുകളാണെങ്കിൽ നമുക്ക് അതിനെ എന്താണ്? ING ഫോമിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ സ്റ്റേറ്റീവ് വെർബിനെ നമ്മൾ എന്താണ്? കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പാടില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, വെർബ് ദാറ്റ് ഡിനോട്ട്സ് എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ. ഒരു സബ്ജക്റ്റിൻ്റെ പ്രവൃത്തിയല്ലാത്ത, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ഡൈനാമിക് വെർബുകൾ. പ്രവൃത്തിയെ സൂചിപ്പിച്ചാൽ അത് ഡൈനാമിക് വെർബാണ്. പ്രവൃത്തി അല്ലാത്ത ഏതെങ്കിലും ഒരു അവസ്ഥയെ കാണിക്കുന്ന വെർബുകളെയാണ്, അതായത് ഫീലിങ്സോ, ഇമോഷൻസോ, തോട്ട്സോ, സെൻസസോ അതേപോലുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയെ എക്സ്പ്രസ് ചെയ്യുന്ന വെർബുകളെയാണ് നമ്മൾ സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇത്തരം സ്റ്റേറ്റീവ് വെർബ്സുകൾ നമ്മുടെ സെൻറ്റൻസിൽ കണ്ടാൽ നിങ്ങൾ ഓർക്കുക, അത് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ആ സബ്ജക്റ്റ് നോക്കി, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെർബ് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു, മൈ മദർ ഡാഷ് ബ്രാക്കറ്റ് ലൈക്ക് ഉണ്ട് കുക്കിംഗ് എന്ന് കണ്ടു. ലൈക്സ്, ഈസ് ലൈക്കിംഗ്, ഹാസ് ബീൻ ലൈക്കിംഗ്, നൺ ഓഫ് ദിസ് ആണ് ഓപ്ഷൻ. നമ്മൾ നോക്കിയപ്പോൾ മൈ മദർ എന്ന സബ്ജക്റ്റ് സ്റ്റേറ്റീവ് വെർബാണ്. നമുക്ക് INGയിലൊന്നും പറയാൻ പറ്റില്ല, കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ സാധിക്കത്തില്ല. നമ്മൾ നോക്കിയപ്പോൾ അവിടെ മൈ മദർ എന്ന സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ വെർബും എന്തെഴുതുക? സിംഗുലർ തന്നെ എഴുതുക. അതുകൊണ്ട് നമ്മൾ ആൻസറായിട്ട് എന്ത് ചൂസ് ചെയ്തു? ലൈക്സ് ചൂസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാറ്റീവ് വെർബ്സ്? അത് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. വായിക്കുക, നിരന്തരം വായിക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് അത് ഓടിയെത്തും. പിന്നെ ഒരു ആക്ഷൻ അല്ലാത്ത, ഒരു പ്രവൃത്തി അല്ലാത്ത കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇമോഷൻസും ഫീലിങ്സും ആ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കിയാൽ അതൊക്കെ സ്റ്റേറ്റീവ് വെർബ്സ് ആണ്, നമുക്ക് കണക്ട് ചെയ്യാം. ഇതൊക്കെ സ്റ്റേറ്റീവ് വെർബ്സ് ആണ്. ലൈക്ക്, ലവ്, ഹേറ്റ്, ബിലീവ്, അണ്ടർസ്റ്റാൻഡ് ഏതൊക്കെയാണ്? ഇതൊക്കെ സ്റ്റേറ്റീവ് വെർബുകൾക്ക് ഉദാഹരണമാണ്. ലൈക്ക്, ലവ്, ഹേറ്റ്, ബിലീവ്, അണ്ടർസ്റ്റാൻഡ്. ഹിയർ, സ്മെൽ, സീ, ടേസ്റ്റ്, ടച്ച്,
ലുക്ക്, ഫീൽ. ഇതൊക്കെയാണ് ഹിയർ, സ്മെൽ, സീ, ടേസ്റ്റ്, ടച്ച്, ലുക്ക്, ഫീൽ. മൈൻഡ്, വാണ്ട്, നീഡ്, വിഷ്, ഹോപ്പ്, സീം. മൈൻഡ്, വാണ്ട്, നീഡ്, വിഷ്, ഹോപ്പ്, സീം. ആദ്യം കൊടുത്തിരിക്കുന്നതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് ബി, ഹാവ്, തിങ്ക്, ഓൺ, കൺസിസ്റ്റ്, ഇൻവോൾവ്. ബി, ഹാവ്, തിങ്ക്, ഓൺ, കൺസിസ്റ്റ്, ഇൻവോൾവ്. നോ, ഡൗട്ട്, ഇമാജിൻ, സർപ്രൈസ്, സാറ്റിസ്ഫൈ, agree, deny, mean, forget, remember, imagine, contain, promise, realize, belong. Okay. ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. ഏതൊക്കെയാണ് സ്റ്റേറ്റീവ് വെർബ്സ്? ലൈക്ക്, ലവ്, ഹേറ്റ്, ബിലീവ്, അണ്ടർസ്റ്റാൻഡ്. ഹിയർ, സ്മെൽ, സീ, ടേസ്റ്റ്, ടച്ച്, ലുക്ക്, ഫീൽ. മൈൻഡ്, വാണ്ട്, നീഡ്, വിഷ്, ഹോപ്പ്, ഡ്രീം. ബി, ഹാവ്, തിങ്ക്, ഓൺ, കൺസിസ്റ്റ്, ഇൻവോൾവ്, നോ, ഡൗട്ട്, ഇമാജിൻ, സർപ്രൈസ്, satisfy, agree, deny, mean, forget, remember, imagine, contain, promise, realize, belong. ഇവയൊക്കെ സ്റ്റേറ്റീവ് വെർബുകൾക്ക് ഉദാഹരണമാണ്. എക്സെട്ര. ഇവയൊക്കെ എന്താണ്? സ്റ്റേറ്റീവ് വെർബുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റീവ് വെർബുകൾ ഏത് കണ്ടാലും നമുക്ക് ഇതേ പാറ്റേൺ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഡാഷ് വരുന്നു, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എന്താണ് ഒരു സ്റ്റേറ്റീവ് വെർബ് കൊടുക്കും. അപ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കും? ഓപ്ഷനകത്ത് 1-2 എന്തായാലും എന്തായിരിക്കും? ING ഉള്ള ഫോം ആയിരിക്കും. നിങ്ങൾ എന്തോ ചെയ്യുക? ING ഉള്ളത് എഴുതണ്ട. ഇത്തരം വെർബുകളെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ സിംഗുലർ വെർബ് എഴുതുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക. പിന്നെ പല സ്റ്റേറ്റീവ് വെർബുകളും എന്താണ്? ഡൈനാമിക് വെർബ് അഥവാ ആക്ഷൻ വെർബായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബി, ഹാവ്, ഫീൽ. ബി, ഹാവ്, ഫീൽ തുടങ്ങിയ വെർബുകളൊക്കെ നമ്മൾ എന്താണ്? ആക്ഷൻ വെർബായിട്ട് കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനകത്തോട്ടൊക്കെ കടന്നാൽ ടോപ്പിക്ക് പഠിക്കുന്ന പോലെ ആയിപ്പോവും. ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവും. ഇപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഈ ഒരു രീതി തന്നെയാണ്. അതുകൊണ്ട് സ്റ്റാറ്റീവ് വെർബുകൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം സ്റ്റാറ്റീവ് വെർബുകൾ കണ്ടാൽ നിങ്ങൾ അവിടെ സബ്ജക്റ്റ് നോക്കി സിംഗുലർ പ്ലൂറൽ അങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾ അത്തരം വെർബുകളുടെ കൂടെ ING ചേർത്ത് കണ്ടിന്യൂസ് ടെൻസിൽ പറയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് നമ്മൾ പോവുകയാണ്. അതേ ഹെഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഹൗസ് ഡാഷ് ബ്രാക്കറ്റിൽ ബിലോങ് ഉണ്ട്, ബിലോങ് ബ്രാക്കറ്റ് ക്ലോസ് ടു മീ. ഓപ്ഷൻ എ ബിലോങ്ങിങ്, ഓപ്ഷൻ ബി ബിലോങ്സ്, ഓപ്ഷൻ സി ബിലോങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ബിലോങ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി ബിലോങ്സ് എഴുതി? ദ ഹൗസ് ഡാഷ് ബ്രാക്കറ്റിൽ ബിലോങ് ഉണ്ട്. നമ്മൾ പഠിച്ചു ബിലോങ് എന്താകുന്നു? ഒരു സ്റ്റേറ്റീവ് വെർബ് ആകുന്നു. സ്റ്റേറ്റീവ് വെർബുകൾ വരുമ്പോൾ നമ്മൾ എന്താണ്? അവയെ കണ്ടിന്യൂസ് ടെൻസിൽ പറയേണ്ട കാര്യമില്ല. സ്റ്റേറ്റീവ് വെർബുകൾ വന്നാൽ ആ സബ്ജക്റ്റ് നോക്കി വെർബ് സിംഗുലർ പ്ലൂറൽ ആണോ നോക്കി എഴുതിയാൽ മതി. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബായ ബിലോങ്സ് ഉപയോഗിച്ചു. ഓക്കെ ആണേ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ അതേ ഹെഡ് എന്നുള്ള ഐ ഡാഷ് ബ്രാക്കറ്റിൽ ഹിയർ ഉണ്ട്, ബ്രാക്കറ്റ് ക്ലോസ്, സം വൺ സ്പീക്കിംഗ്. അപ്പോൾ സെൻസ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? സ്മെല്ല്, ഹിയർ, ടച്ച്, ഫീല്, അങ്ങനെയൊക്കെ ടേസ്റ്റ്, ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റീവ് വെർബാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. അവിടെ ഹിയർ വന്നു. ഹിയർ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സ്റ്റേറ്റീവ് വെർബാണ്. ഐ ഡാഷ് സം വൺ സ്പീക്കിംഗ്. ഓപ്ഷൻ എ ഹിയർ, ഓപ്ഷൻ ബി ആം ഹിയറിംഗ്, ഓപ്ഷൻ സി ആം ടു ഹിയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന് കാണും. എന്തുകൊണ്ട്? ഇവിടെ ഹിയർ എന്നത് ഒരു സ്റ്റേറ്റീവ് വെർബാണ്. നമ്മളത് ING ഫോമിൽ പറയാറില്ല, കണ്ടിന്യൂസിൽ പറയാറില്ല. നോക്കിയപ്പോൾ ഐ എന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്. ഐ പ്ലൂറലാണ്. പ്രസന്റ് ടെൻസിൽ ഐയെ പ്ലൂറലായി കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? പ്ലൂറൽ വെർബായ ഹിയർ എഴുതി. ഐ ഹിയർ സം വൺ സ്പീക്കിംഗ് എന്നാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
He dash ബ്രാക്കറ്റിൽ write a report now. ഓപ്ഷൻ എ writes, ഓപ്ഷൻ ബി is writing, ഓപ്ഷൻ സി write, ഓപ്ഷൻ ഡി none of these. ഇവിടെ ഏതാണ് ആൻസർ? ഈ ഒരു ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷനകത്ത് നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഈ ടൈം വേർഡുകൾ ഞാൻ തരുന്ന ആ സെറ്റ് ടൈം വേർഡിൽ നിന്ന് തന്നെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ ഈസ് റൈറ്റിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഈ സെൻറ്റൻസ് വായിച്ചു, ഹി ഡാഷ് എ റിപ്പോർട്ട് നൗ. ഈ സെൻറ്റൻസ് വായിച്ചപ്പോൾ നമ്മൾ അവിടെ ഒരു ടൈം വേർഡ് കണ്ടു. നിങ്ങൾ കണ്ട ടൈം വേർഡ് ഏതാകുന്നു? യെസ്, ഇതാകുന്നു, നൗ ആകുന്നു. അപ്പം നൗ എന്ന ഒരു ടൈം വേർഡ് നിങ്ങൾ എന്താണ് ഇവിടെ കണ്ടു. അപ്പം നൗ എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്താകുന്നു? പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടൈം വേർഡാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടൈം വേർഡാണ് നൗ എന്നുള്ളത്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടെൻസ് ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പോൾ നോക്കണേ, ഇങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുന്നത്. നൗ എന്ന ടൈം വേർഡ് കണ്ടു, നമുക്ക് മനസ്സിലായി അത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടൈം വേർഡാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ നോക്കിയപ്പോൾ ഹി എന്ന സബ്ജക്റ്റ് ഉണ്ട്, അത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് എഴുതണം, പ്ലസ് ing എഴുതണം. ഇവിടെ ഒരു ഓപ്ഷനിലേ ഉള്ളൂ, ഈസ് റൈറ്റിംഗ് എന്നുള്ളത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈസ് റൈറ്റിംഗ് ആണ്. നോക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് എന്താകുന്നു? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ടൈം വേർഡ്സിലോട്ട് നമുക്ക് പോകാം. പഠിച്ചു വെക്കുക, ഇതെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈം വേർഡുകളാണ്. നൗ, റൈറ്റ് നൗ, നൗ, റൈറ്റ് നൗ. അടുത്ത 2 എണ്ണം, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്. നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്. ഇനി 3 എണ്ണം ഒരുമിച്ച് പഠിക്കുക. ടുഡേ, സ്റ്റിൽ, അഗെയിൻ, ടുഡേ, സ്റ്റിൽ, അഗെയിൻ, ടുഡേ, സ്റ്റിൽ, അഗെയിൻ. ഒന്നുകൂടെ. നൗ, റൈറ്റ് നൗ, at present, at this moment, today, still, again. ഇതൊക്കെ എന്താകുന്നു? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ടൈം വേർഡ് ആകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടൈമിംഗ് വേർഡ് നമ്മുടെ സെൻറ്റൻസിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ആ സെൻറ്റൻസ് പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടുന്നത്. സബ്ജക്റ്റിന് ശേഷം ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അത്തരത്തിലാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നൗ കണ്ടു, പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കി, ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ആണ് ഫോർമാറ്റ്, അതുകൊണ്ട് ഈസ് റൈറ്റിംഗ് എന്ന് ആൻസർ നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് CSEBയുടെ ഇപ്പോഴത്തെ എക്സാമുകളിലെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണുന്നു. ഒരു ഹെഡിൽ നിന്ന്, അതായത് പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ടൈം വേർഡിൽ നിന്ന്, ഇപ്പം നൗ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ എന്താണ്? ടുഡേയും ചോദിക്കും. ഒരേ ഹെഡിൽ നിന്ന് തന്നെ ഒരു ടൈമിംഗ് വേർഡ്, ഒരു ടെൻസിൻ്റെ ടൈമിംഗ് വേർഡിൽ നിന്ന് തന്നെ എന്താണ് 2 ക്വസ്റ്റ്യൻ അടുക്കെ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു മത്സര പരീക്ഷകൾക്കും നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുന്നില്ല. CSEB എക്സാമിന് മാത്രമാണ് ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് ടെൻസിൽ നിന്ന് തന്നെ 6, 8, 10 ആ ലെവലിൽ പോലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബാക്കി എല്ലാ ടോപ്പിക്കുകളും 2 എണ്ണം വീതം, 2 സിനോണിം, 2 ആൻറ്റണിം, 2 വൺ വേർഡ്, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ടാഗ്, 2 പ്രിപ്പോസിഷൻ, ഇങ്ങനെ ഒരേ ടോപ്പിക്കിൽ നിന്നും തന്നെ ഒന്നിലധികം ക്വസ്റ്റ്യനുകൾ വരുന്ന ഒരു എക്സാമാണ് CSEBയുടെ ക്ലർക്ക് എക്സാം, അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാം. അപ്പോൾ നമുക്ക് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ടൈം വേർഡ്സ് നൗ, റൈറ്റ് നൗ, at present, at this moment, today, still, again. ഓക്കെ ആണേ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. He dash a song at this moment. നമ്മൾ നോക്കി. ഓപ്ഷൻ എ sing, ഓപ്ഷൻ ബി sings, ഓപ്ഷൻ സി is singing, ഓപ്ഷൻ ഡി singing. നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. അതാണ്ട് at this moment എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ടൈം വേർഡാണ്.
അപ്പോൾ അറ്റ് ദിസ് മൊമെൻറ്റ് എന്ന ടൈം വേർഡ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ടൈം വേർഡാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ ആ സെൻറ്റൻസ് പറയേണ്ടുന്നത്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ടെൻസ് ഫോർമാറ്റ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ഈസ് സിംഗിങ് ആണ്. ഹി ഈസ് സിംഗിങ് എ സോങ് അറ്റ് ദിസ് മൊമെൻറ്റ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് meaning of the word from brackets of the following. നമുക്ക് നോക്കാം ഈ ഫോറിൻ വേർഡിൻ്റെ മീനിങ്ങുകൾ. ഇന്റർ ആലിയ, എന്താണ് ഇന്റർ ആലിയ എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ്? ഓപ്ഷൻ എ എമംഗ് അതർ തിങ്സ്, ഓപ്ഷൻ ബി ടു കവർ, ഓപ്ഷൻ സി അലോങ് വിത്ത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്, എമംഗ് അതർ തിങ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതൊരു ഫോറിൻ വേർഡ് ആണ്, ഇന്റർ ആലിയ. ഇന്റർ ആലിയ മീൻസ് എമംഗ് അതർ തിങ്സ്. എന്താ മീൻസ് എന്താ? കൂട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പം എമംഗ് അതർ തിങ്സ് ആണ്. അടുത്ത നോക്കിയേ, മാലഫൈഡ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, മാലഫൈഡ് മറ്റു പലതിൻ്റെയും കൂട്ടത്തിൽ എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ, മറ്റു പലതിൻ്റെയും കൂട്ടത്തിൽ. അപ്പോൾ നോക്കിയാൽ മാലഫൈഡ് എന്ന ആ ഒരു ഫോറിൻ വേർഡിൻ്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ ട്രൂത്ത്, ഓപ്ഷൻ ബി ഇൻ ബാഡ് ഫെയ്ത്ത്, ഓപ്ഷൻ സി സക്സസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്തായിരിക്കും ആൻസർ? ഇൻ ബാഡ് ഫെയ്ത്ത് ആണ് മാലഫൈഡിൻ്റെ മീനിങ്. മാലഫൈഡിൻ്റെ മീനിങ് എന്താണ്? ഇൻ ബാഡ് ഫെയ്ത്ത് എന്നാണ്. ഇനി ബോണഫൈഡിൻ്റെ മീനിങ് എന്താണ്? ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ്. മാലഫൈഡ് ഇൻ ബാഡ് ഫെയ്ത്ത്, ബോണഫൈഡ് എന്താണ്? ഇൻ ഗുഡ് ഫെയ്ത്ത് ആണ്. മാലഫൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് ബോണഫൈഡ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണം ആദ്യമേ അങ്ങ് പഠിക്കുക. ഇന്റർ ആലിയ എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ് എമംഗ് അതർ തിങ്സ്, മറ്റു പലതിൻ്റെയും കൂട്ടത്തിലിടയിൽ. മാലഫൈഡിൻ്റെ മീനിങ് ഇൻ ബാഡ് ഫെയ്ത്ത് എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോറിൻ വേർഡുകളൊന്ന് പഠിച്ചു പോകാം. നോക്കുക, കുറച്ച് ഫോറിൻ വേർഡ്സ്. ഫെലോഡീസെ, എന്താണ് ഫെലോഡീസെ എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ് എന്താണ്? ഫെലോഡീസെ മീൻസ് സൂയിസൈഡ് എന്നാണ്. ഫെലോഡീസെ മീൻസ് സൂയിസൈഡ്. ഫെലോഡീസെ മീൻസ് സൂയിസൈഡ്. അടുത്ത നോക്കിയേ, അജണ്ട. എന്താണ് അജണ്ട? ഷെഡ്യൂൾ ആണ് കേട്ടോ. അജണ്ട, ഷെഡ്യൂൾ. അജണ്ട എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ് ഷെഡ്യൂൾ എന്നാണ്. അപ്പോൾ നോക്കൂ, ഫെലോഡീസെ സൂയിസൈഡ്, അജണ്ട ഷെഡ്യൂൾ. ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നം ഒപ്പസ്, എന്താണ് മാഗ്നം ഒപ്പസ്? എ ഗ്രേറ്റ് കമ്പോസിഷൻ അഥവാ എ ഗ്രേറ്റ് വർക്ക്. എ ഗ്രേറ്റ് കമ്പോസിഷൻ അഥവാ എ ഗ്രേറ്റ് വർക്ക് എന്നാണ് മാഗ്നം ഒപ്പസ് എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ്. മാഗ്നം ഒപ്പസ് എ ഗ്രേറ്റ് കമ്പോസിഷൻ അഥവാ എ ഗ്രേറ്റ് വർക്ക്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഇത് തിരിച്ച് ചോദിക്കും. ഒപ്പസ് മാഗ്നം എന്നും ചോദിക്കും. ഒപ്പസ് മാഗ്നം എന്ന് പറഞ്ഞാലും എന്താണ്? എ ഗ്രേറ്റ് കമ്പോസിഷൻ അഥവാ എ ഗ്രേറ്റ് വർക്കാണ്. തിരിച്ചു മറിച്ച് എങ്ങനെ ചോദിച്ചാൽ അത് എഴുതിക്കോണേ. അപ്പോൾ ഫെലോഡീസെ സൂയിസൈഡ്, അജണ്ട ഷെഡ്യൂൾ, മാഗ്നം ഒപ്പസ് എ ഗ്രേറ്റ് കമ്പോസിഷൻ അഥവാ എ ഗ്രേറ്റ് വർക്ക്. നെക്സ്റ്റ് നോക്കേ, കാർപെ ഡിയം. എന്താണ് കാർപെ ഡിയം എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ്? എൻജോയ് ദ പ്രസന്റ് ഡേ. എൻജോയ് ദ പ്രസന്റ് ഡേ. നമ്മൾ നമ്മുടെ പ്രസന്റ് ഡേ ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് വണ്ടിയിലാണ് പോകുന്നത്? ബൈക്കിൽ പോയാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ 2 പേർക്കല്ല പോകാൻ പറ്റൂ, നമ്മുടെ കുടുംബം മൊത്തത്തിൽ പോകുമ്പോഴല്ലോ നമുക്കൊരു ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്തിൽ പോകും? കാറിൽ പോകും. ഡി എം മീൻസ് ഡേ എന്താണ്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, കാറിൽ പോയി നമ്മൾ നമ്മുടെ ഡേ എന്താണ്? എൻജോയ് ചെയ്യുന്നു. അപ്പോൾ എൻജോയ് ദ പ്രസന്റ് ഡേ അങ്ങനെ കണക്ട് ചെയ്യുക. കാർപെ ഡിയം മീൻസ് എൻജോയ് ദ പ്രസന്റ് ഡേ. അടുത്ത നോക്കേ, അബിനിഷ്യോ. അബിനിഷ്യോ എന്താണ്? ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ. അബിനിഷ്യോ ഫ്രം ദ ബിഗിനിങ്. അബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്. അബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ്. അടുത്ത സിനി ഡൈ. എന്താണ് സിനി ഡൈ?
വിത്തൗട്ട് എനി ഡെഫിനിറ്റ് ഡേറ്റ്, സമയം നിശ്ചയിക്കാതെ, വിത്തൗട്ട് എനി ഡെഫിനിറ്റ് ഡേറ്റ്. സിനി ഡൈ എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ് വിത്തൗട്ട് എനി ഡെഫിനിറ്റ് ഡേറ്റ് എന്നാണ്. നമുക്ക് വേണേൽ പഠിക്കുക എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ സിനി എന്ന് പറയുന്ന പെൺകുട്ടി നരച്ച കുട്ടിയാണ്, ആ കുട്ടി ഇടയ്ക്ക് ഡൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുന്നതിന് പ്രത്യേകിച്ചൊരു ദിവസം ഉണ്ടോ? എല്ലാ ഞായറാഴ്ചയും ഡൈ ചെയ്യുന്നു, അല്ലെ എല്ലാ 1-ാം തീയതി 8-ാം തീയതി 10-ാം തീയതി ചെയ്യുന്നു, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ നര തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഡൈ ചെയ്യുന്നത്. ഡൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ചൊരു സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല, വിത്തൗട്ട് എനി ഡെഫിനിറ്റ് ഡേറ്റ്. സിനി ഡൈ ചെയ്യുന്നതിന് ഡെഫിനിറ്റ് ആയിട്ടൊരു ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. സിനി ഡൈ മീൻസ് എന്താണ്? വിത്തൗട്ട് എനി ഡെഫിനിറ്റ് ഡേറ്റ് എന്ന് പഠിക്കുക. നെക്സ്റ്റ് ഓൾമ മേറ്റർ. എന്താണ് ഓൾമ മേറ്റർ? ഓൾമ മേറ്റർ the university or school that a person once attended. ആദ്യം പഠിച്ച വിദ്യാലയം. ഓൾമ മേറ്റർ the university or school that a person once attended. ഇത്ര ഒന്നുകൂടെ പഠിക്കാം. ഫെലോ ഡിസെ ഇപ്പം തന്നെ പഠിക്കുക. ഫെലോ ഡിസെ മീൻസ് സൂയിസൈഡ്. അജണ്ട, ഷെഡ്യൂൾ, മാഗ്നം ഒപ്പസ്, എ ഗ്രേറ്റ് കമ്പോസിഷൻ അഥവാ എ ഗ്രേറ്റ് വർക്ക്. കാർപെ ഡിയം, enjoy the present day, ab initio, from the beginning. Sine die, without any definite date. Alma mater, the university or school that a person once attended. അടുത്തത് പ്രൈമ ഫേസി, പ്രഥമ ദൃഷ്ട്യ, അറ്റ് ഫസ്റ്റ് സൈറ്റ്. പ്രൈമ ഫേസി അറ്റ് ഫസ്റ്റ് സൈറ്റ്. പ്രൈമ ഫേസി അറ്റ് ഫസ്റ്റ് സൈറ്റ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലയോ? ഏതാണ്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലയോ? അപ്പോൾ എന്താണ്? ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അത് ആ രീതിയിൽ പറയുക. പ്രൈമ ഫേസി അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പോൾ ആദ്യ നോട്ടത്തിൽ തന്നെ, പ്രഥമ ദൃഷ്ട്യ തന്നെ, അറ്റ് ഫസ്റ്റ് സൈറ്റ്, അങ്ങനെ ഓർക്കുക. പ്രൈമ ഫേസി അറ്റ് ഫസ്റ്റ് സൈറ്റ്. പ്രൈമ ഫേസി അറ്റ് ഫസ്റ്റ് സൈറ്റ്. അഡ്ഹോക്ക് എന്താണ്? ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് അഥവാ ടെമ്പററി. ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് അഥവാ ടെമ്പററി. അപ്പോൾ നോക്കുക, അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആൽക്കഹോൾ എന്നൊന്ന് കണക്ട് ചെയ്യാം. മീൻസ് പഠിക്കാൻ വേണ്ടി പറയുകയാണ്. അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ആൽക്കഹോൾ എന്നൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഈ ആൽക്കഹോൾ കണ്ടൻ്റ് ആണല്ലോ മദ്യം. ഇതൊക്കെ കഴിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഡെയിലി ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരെ അല്ല, ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയായിരിക്കും കഴിക്കുന്നത്, ഇല്ലയോ? ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ഓണം അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു മാരേജ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കും, എന്തെങ്കിലും ഒരു പ്രത്യേക സന്തോഷത്തിന് വേണ്ടിയായിരിക്കും ആൽക്കഹോളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർക്കും, ആൽക്കഹോൾ അഡ്ഹോക്ക് ഇത് കഴിക്കുന്നത് എന്തിനാണ്? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ആൽക്കഹോൾ കണ്ടൻറ്റ് മദ്യമൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് എന്താണ്? ഒരു എന്തോ ഒരു ഫീല് കിട്ടും. ആ കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് താൽക്കാലികമായിരിക്കും, ടെമ്പററി ആയിരിക്കും. ഒരു ദിവസം കഴിച്ചാൽ ജീവിതകാലം മൊത്തം ആ ഫീല് കിട്ടുമെങ്കിൽ നമ്മൾ വീണ്ടും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ എന്താണ്? അത് താൽക്കാലികമായിരിക്കും. അപ്പോൾ അഡ്ഹോക്ക് മീൻസ് ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് അഥവാ ടെമ്പററി. പഠിക്കാൻ വേണ്ടി മാത്രം ആ പറഞ്ഞ കോഡ് ഓർത്ത് വെക്കുക. അടുത്ത ഫോറിൻ വേർഡിലോട്ട് നമ്മൾ പോവുകയാണ്. അഡോ. എന്താണ് അഡോ? അഡോ മീൻസ് ഫസ്, ബഹളം, കോലാഹലം എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ അഡോ മീൻസ് എന്താണ്? ഫസ്. അഡോ മീൻസ് ഫസ്. അടുത്ത നോക്കാം, അഡ് വലോറം. എന്താണ് അഡ് വലോറം? മൂല്യം അനുസരിച്ച്, അക്കോർഡിംഗ് ടു വാല്യൂ. അഡ് വലോറം അക്കോർഡിംഗ് ടു വാല്യൂ, മൂല്യം അനുസരിച്ച്. അപ്പോൾ പ്രൈമ ഫേസി അറ്റ് ഫസ്റ്റ് സൈറ്റ്. അഡ്ഹോക്ക് ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് അഥവാ ടെമ്പററി. അഡോ ഫസ്റ്റ്. അഡ് വലോറം അക്കോർഡിംഗ് ടു വാല്യൂ. ബോൺ വോയേജ്. എന്താണ്? പ്ലസന്റ് ജേർണി എന്നൊക്കെ പറയും. ബോൺ വോയേജ് ഹാപ്പി ജേർണി എന്നൊക്കെ പറയും. ഹാവ് എ പ്ലസന്റ് ജേർണി, ശുഭയാത്ര. ഹാവ് എ പ്ലസന്റ് ജേർണി. ബോൺ വോയേജ്, ഹാവ് എ പ്ലസന്റ് ജേർണി.
അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നോക്കാം. നമ്മളൊരു യാത്രയൊക്കെ പോകുന്നു, ദൂര സ്ഥലങ്ങളിലോട്ടൊക്കെ യാത്ര പോകുന്നു, കാറിലായാലും ടൂറിസ്റ്റ് ബസ്സിലായാലും ഇതിനകത്തൊക്കെ ഇരുന്ന് നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ജേണി ആയിരിക്കും, ഹാപ്പി ജേണിയൊക്കെ ആയിരിക്കും. പക്ഷേ തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ബോണൊക്കെ എന്താ വയ്യേ എന്ന് പറയൂല്ലോ. ഇത് BON നമ്മൾ ബോണെന്നൊന്ന് വായിക്കുക. നമ്മുടെ ബോണൊക്കെ എന്താ, എല്ലൊക്കെ എന്താ ബോൺ വയ്യേ, ഹാപ്പി ജേണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബോണൊന്നും പിന്നെ വയ്യേ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഓർക്കുക, ബോൺ വയ്യേ എന്താണ്, പ്ലസൻറ്റ് ജേണി കഴിഞ്ഞപ്പോൾ ബോൺ വയ്യേ, ബോൺ വോയേജ്, ഹാവ് എ പ്ലസൻറ്റ് ജേണി. അടുത്ത വിസ് എ വിസ്. എന്താണ് വിസ് എ വിസ്? ഫേസ് ടു ഫേസ്. വിസ് എ വിസ്, ഫേസ് ടു ഫേസ്. പ്രൈമ ഫേസ്, അറ്റ് ഫസ്റ്റ് സൈറ്റ്. വിസ് എ വിസ്, വിസ് എ വിസ്, ഫേസ് ടു ഫേസ്. തിരിഞ്ഞു പോകരുതേ. പ്രൈമ ഫേസി, അറ്റ് ഫസ്റ്റ് സൈറ്റ്. വിസ് എ വിസ്, ഫേസ് ടു ഫേസ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും പനിയാണ്, എല്ലാവരും തലവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ രണ്ടുപേരും എന്താണ്, വിക്സ്, വേറെ ജോലിയും ചെയ്യാൻ പറ്റത്തില്ല പനിയൊക്കെ പിടിച്ചു പോയാൽ. രണ്ടുപേരും എന്ത് ചെയ്യും, വിക്സ് ഒക്കെ തേച്ചിട്ട് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കും, വേറെ ഒന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ എന്താ, വിക്സ് ഒക്കെ തേച്ചിട്ട് വീട്ടിലുള്ള രണ്ടുപേരെന്താണ് ഫേസ് ടു ഫേസ് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിസ് എ വിസ്, ഫേസ് ടു ഫേസ്. ഓർക്കാനൊരു ക്ലൂ തന്നേ ഉള്ളൂ. ഇൻ ടോട്ടോ. എന്താണ് ഇൻ ടോട്ടോ? എൻറ്റർലി, മൊത്തത്തിൽ. ഇൻ ടോട്ടോ എൻറ്റർലി, ഇൻ ടോട്ടോ എൻറ്റർലി. അടുത്ത വൈവ വോസ്. എന്താണ് വൈവ വോസ്? കോളേജിലൊക്കെ വൈവ പറയത്തില്ലയോ, വൈവ ചോദിക്കത്തില്ലയോ? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ എഴുതി കാണിക്കുവാണോ, ടൈപ്പ് ചെയ്ത് കാണിക്കുവാണോ? അല്ല, ഓറലി പറയില്ലയോ. വൈവയ്ക്ക് നമ്മൾ പെട്ടെന്ന് ഓറലി അല്ലയോ, വാഗോണ്ടല്ലേ നമ്മൾ സംസാരിച്ച് പറയുമല്ലയോ. അപ്പോൾ വൈവ വോസ് എന്താണ്, ഓറലി. വൈവ വോസ് ഓറലി. ഇപ്പോൾ പ്രൈമ ഫേസി, അറ്റ് ഫസ്റ്റ് സൈറ്റ്. അഡ് ഹോക്, ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് അഥവാ ടെമ്പററി. അഡോ ഫസ്റ്റ്. അഡ് വലറം, അക്കോർഡിംഗ് ടു വാല്യൂ. ബോൺ വോയേജ്, ഹാവ് എ പ്ലസന്റ് ജേർണി. വിസ് എ വിസ്, ഫേസ് ടു ഫേസ്. ഇൻ ടോട്ടോ എൻറ്റർലി. വൈവ വോസ് ഓറലി. അപ്പോൾ ഫോറിൻ വേർഡ്സ് എല്ലാം കൂടെ ഒന്നുകൂടെ. ഫെലോ ഡീസെ, സൂയിസൈഡ്. എൻ്റെ കൂടെ നിങ്ങൾ പറയാമെങ്കിൽ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന എല്ലാം പഠിച്ചു കഴിയും. ഫെലോ ഡീസെ, സൂയിസൈഡ്. അജണ്ട, ഷെഡ്യൂൾ. മാഗ്നം ഓപ്പസ്, എ ഗ്രേറ്റ് കമ്പോസിഷൻ അഥവാ എ ഗ്രേറ്റ് വർക്ക്. കാർപെ ഡിയം, എൻജോയ് ദ പ്രസന്റ് ഡേ. അപ് ഇനിഷ്യോ, ഫ്രം ദ ബിഗിനിങ്. സിനി ഡൈ, വിത്തൗട്ട് എനി ഡെഫിനിറ്റ് ഡേറ്റ്. Alma mater, the university or school that a person once attended. Ad hoc, created with a special purpose അഥവാ temporary. Prima facie, at first sight. Vis a vis, face to face. Ado first. Ad valorem, according to value. Bon voyage, have a pleasant journey. In toto, enterly. Viva vos, orally. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഏർലിയർ പാർട്ട് ഓഫ് ദ ഫിലിം വാസ് ഡൾ ബട്ട് ദ ഡാഷ് പാർട്ട് വാസ് ഇൻട്രസ്റ്റിംഗ്. ഓപ്ഷൻ എ ലേറ്റർ. ഓപ്ഷൻ ബി ലാറ്റർ. ഓപ്ഷൻ സി ലാസ്റ്റ്. ഓപ്ഷൻ ഡി ലേറ്റസ്റ്റ്. ഇവിടെ എന്തായിരിക്കും? ദ ഏർലിയർ പാർട്ട് ഓഫ് ദ ഫിലിം വാസ് ഡൾ ബട്ട് ദ ഡാഷ് പാർട്ട് വാസ് ഇൻട്രസ്റ്റിംഗ്. രണ്ടാമത്തെ ഭാഗം ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ എന്നുള്ള മീനിങ് തരുന്ന ഒരു കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വർബ്സ് എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലാറ്റർ ആണ്. The earlier part of the film was dull but the latter part was interesting. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ലാറ്റർ എന്ന ആൻസർ നമ്മൾ എഴുതി? നോക്കുക, ഏർലിയറിൻ്റെ ഓപ്പോസിറ്റീവ് ആണെന്ത്? ലാറ്റർ. അങ്ങനെ നോക്കാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണിത്. ആ രീതിയിൽ നമുക്ക് എന്താണ് ആൻസറിലോട്ട് എത്താം. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ മീനിങ് നമ്മളൊന്ന് പഠിച്ചെങ്കിലേ പറ്റൂ. ഇതേപോലുള്ള ബാക്കി ഏത് ക്വസ്റ്റ്യൻ വരണമെങ്കിലും നമ്മൾ എന്താണ് അതൊന്ന് പഠിച്ചേ പറ്റൂ. അപ്പോൾ കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വർബ്സ് എന്ന ഹെഡിൽ വരുന്ന ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഡൗട്ട് വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു പോകാം. ലേറ്റ്, ലേറ്റർ, ലാറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്. ഏതൊക്കെയാണ്? ലേറ്റ്, ലേറ്റർ, ലാറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്. മലയാളം മീനിങ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഹെഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യാൻ പറ്റും. ലേറ്റ്, എന്താണ് ലേറ്റ്? രണ്ടർത്ഥമുണ്ട് ലേറ്റിന്.
എന്തൊക്കെയാണ്? വൈകുക, ലേറ്റായി പോയി എന്ന് പറയത്തില്ല, വൈകി ലേറ്റായി, അല്ലെങ്കിൽ ലേറ്റ് മരിച്ചു പോയാന്ന് പറയത്തില്ലയോ? ഇപ്പം ലേറ്റിന് രണ്ടർത്ഥമുണ്ട്, വൈകുക എന്നുമുണ്ട്, മരിച്ചു പോയ എന്നും അർത്ഥമുണ്ട്. അടുത്ത ലേറ്റർ എന്താ? ശേഷം, പിന്നീട്. ലേറ്റർ ശേഷം, ലേറ്റർ ശേഷം. അടുത്ത ലാറ്റർ എന്തായിരിക്കും? ലാറ്റർ രണ്ടാമത്തേത് എന്നാണ്. ലാറ്റർ രണ്ടാമത്തേത്. ഒരു പാർട്ട് അങ്ങനെ അടുത്ത പാർട്ട് ഇങ്ങനെ എന്നും പറഞ്ഞ് വരുമ്പോഴെല്ലാം ഇതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്നല്ല, അത് സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഭാഗം എന്നാണ്, ലാറ്റർ ആണ്. അടുത്ത ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ലേറ്റസ്റ്റ് മീൻസ് ഏറ്റവും പുതിയത് എന്നാണ്. ലാസ്റ്റ് എന്താ? അവസാനം, ലാസ്റ്റ് റോ എന്നൊക്കെ പറയും, അവസാനത്തെ. ഇപ്പം ലേറ്റ് വൈകുക, മരിച്ചുപോയ. ലേറ്റർ ശേഷം, ലാറ്റർ രണ്ടാമത്തേത്, ലേറ്റസ്റ്റ് ഏറ്റവും പുതിയത്, ലാസ്റ്റ് അവസാനത്തെ. ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ലേറ്റർ ആൻഡ് ലേറ്റസ്റ്റ്. ലേറ്ററും ലേറ്റസ്റ്റും എന്ത് സൂചിപ്പിക്കുന്നു? സമയത്തെ സൂചിപ്പിക്കുന്നു. ലേറ്ററും ലേറ്റസ്റ്റും നമ്മൾ സമയത്തെ സൂചിപ്പിക്കുവാനും, ലാറ്ററും ലാസ്റ്റും എന്താണ്? സ്ഥാനത്തെ സൂചിപ്പിക്കുവാനുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നോക്കേ, ദ ഏർലിയർ പാർട്ട് ഓഫ് ദ ഫിലിം വാസ് ഡൾ, പക്ഷേ ദ ഡാഷ് പാർട്ട് വാസ് ഇൻട്രസ്റ്റിംഗ്. രണ്ടാമത്തെ ഭാഗം എന്തായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. രണ്ടാമത്തെ എന്നുള്ള രീതിയിൽ ലാറ്ററാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഡൗട്ട് വേണ്ട, ഇവിടെ ഏർലിയറിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്താണ്? ലാറ്റർ പറയാൻ സാധിക്കും. ആ രീതി നോക്കിയാലും ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നൊരു 3-4 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു പോകാം. അത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആകും. ഹി വാസ് സോ ഡാഷ് ഫോർ ദ ഡിന്നർ. എന്തായിരിക്കും? ഡിന്നറിന് ലേറ്റ് ആയെന്നല്ലയോ? ഹി വാസ് സോ ലേറ്റ് ഫോർ ദ ഡിന്നർ എന്ന് നമുക്ക് എഴുതാം. വേണു ഈസ് ദ സൺ ഓഫ് ഡാഷ് മിസ്റ്റർ മാധവൻ. വേണു ആരുടെ മകനാണ്? മരിച്ചുപോയ മാധവന്റെ മകനാണ്. അപ്പം മരിച്ചുപോയ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് എന്തുപയോഗിക്കാം? ലേറ്റ് ഉപയോഗിക്കാം. അപ്പം ഹി വാസ് സോ ലേറ്റ് ഫോർ ദ ഡിന്നർ, താമസിച്ചു. വേണു ഈസ് ദ സൺ ഓഫ് ലേറ്റ് മിസ്റ്റർ മാധവൻ, മരിച്ചുപോയ. അതാണ്ട് നമ്മൾ ആ ലേറ്റല്ലി എഴുതിയത് വൈകുക, മരിച്ചുപോയ എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഐ വിൽ കം ഡാഷ്, ഞാൻ പിന്നീട് വരാം, പിന്നീട്. ശേഷം, ഐ വിൽ കം ലേറ്റർ, ഐ വിൽ കം ലേറ്റർ, ഐ വിൽ കം ലേറ്റർ. ഇപ്പം ലേറ്റർ എന്താ? ശേഷം, ഞാൻ പിന്നീട് വരാം, ശേഷം വരാം, ഞാൻ പിന്നീട് വരാം. ഐ വിൽ കം ലേറ്റർ. നെക്സ്റ്റ്, ദ ഡാഷ് പാർട്ട് ഓഫ് ദ മൂവി വാസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. ഏതായിരിക്കും? ദ ഡാഷ് പാർട്ട് ഓഫ് ദ മൂവി വാസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെ പാർട്ട് ഓഫ് ദ എന്നും പറഞ്ഞൊക്കെ പറയുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ എന്നുള്ള അർത്ഥത്തിൽ തന്നെ എഴുതിക്കോളൂ. ദ ലാറ്റർ പാർട്ട് ഓഫ് ദ മൂവി വാസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. അടുത്തത് പഠിപ്പിച്ചില്ലേലും നിങ്ങൾ എഴുതൂ ഇത്. ഗൂഗിൾ ലോഞ്ച്ഡ് ദ ഡാഷ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് റീസെൻ്റ്ലി. ഏറ്റവും പുതിയ വേർഷൻ, ഏറ്റവും പുതിയ. ഏതാ? ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് വേർഷൻ. ഗൂഗിൾ ലോഞ്ച്ഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് റീസെൻ്റ്ലി. ആൻഡ് ഏറ്റവും പുതിയത്, ലേറ്റസ്റ്റ്. അടുത്ത നോക്കേ. മൗണ്ട് ബാറ്റൻ വാസ് ദ ഡാഷ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. മൗണ്ട് ബാറ്റൻ പ്രഭു എന്താണ്? അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ്. അപ്പോൾ അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ അതെന്താകുന്നു? ലാസ്റ്റ്, അവസാനത്തെ, ലാസ്റ്റ്. നോക്കൂ, അവസാനത്തെ, ലാസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ മീനിങ് പഠിച്ചു വെച്ചാൽ ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നോക്കിക്കോണം, നിങ്ങൾ ഈ പാർട്ട് 1, 2, 3 ഈ പാർട്ടുകൾ പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ടൈം വേർഡുകൾ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യനും പോകത്തില്ല. 2 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വീതം, 2 ക്വസ്റ്റ്യൻ വീതം ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. മെനി എ പേഴ്സൺ ഡാഷ് കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക്. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി വാസ്, ഓപ്ഷൻ സി വെയർ, ഓപ്ഷൻ ഡി ഹാസ്. എന്തായിരിക്കും ആൻസർ? നോക്കുക. മെനി എ പേഴ്സൺ ഡാഷ് കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക്.
ഇവിടെ ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസർ ഹാസ് ആണ്. നോക്കുക, മെനിയെ വന്നു. മെനിയെ വന്നാൽ അതിനുശേഷം വെർബ് എന്താണ് ഉപയോഗിക്കേണ്ടുന്നത്? സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. മെനിയെ വന്നാലും മെനി ആൻ വന്നാലും അത് മെനിന്ന് മാത്രമല്ല, മെനിയുടെ കൂടെ എ ഉണ്ട് കേട്ടോ. മെനി മാത്രം വന്നാൽ പ്ലൂറലാണ്, അത് നമ്മൾ പിന്നെ പഠിക്കും. മെനി എ അഥവാ മെനി ആൻ വന്നാൽ അതിനുശേഷം വെർബ് എന്താണ്? സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ കറക്റ്റായിട്ട് റൂൾ പറഞ്ഞാൽ മെനി എ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. മെനി എ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ് എന്നാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് വരാം, വാസും സിംഗുലർ ആണല്ലോ, നമ്മൾ എന്തുകൊണ്ട് വാസ് എഴുതി? മെനി എ പേഴ്സൺ ഡാഷ് കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക്. അപ്പോൾ എന്താ? സബ്ജക്റ്റ് വന്നിരിക്കുന്നു. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന പാറ്റേണിലാണ് സെന്റൻസ് കിടക്കുന്നത്. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പം വാസ് എഴുതിയാൽ ഇത് എന്തായി മാറും? പാസീവ് വോയിസ് ആയി മാറും. പാസീവിൽ നമുക്ക് ഇതിനെ എന്താണ് പറയാൻ പറ്റില്ല. ഇതിനെ പാസീവ് വോയിസിലല്ല, പാസീവിൻ്റെ സ്ട്രക്ചറിലല്ല കിടക്കുന്നത്. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ് ആ പാറ്റേണിലാണ് സെൻറ്റൻസ് കിടക്കുന്നത്. സോ സബ്ജക്റ്റിൽ തുടങ്ങുന്നത് കൊണ്ട് അത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസിലാകുമ്പോൾ ഹാസിന് V3 കിടക്കുന്നു. അപ്പോൾ എന്ത് തന്നെ എഴുതാൻ പറ്റൂ? ഹാസെ എഴുതാൻ പറ്റൂ. വാസ് എഴുതിയാൽ ഇതെന്താവും? ഈ സെൻറ്റൻസ് പാസീവ് വോയിസിലായി മാറും. പാസീവ് വോയിസിൽ ഈ സെൻറ്റൻസ് നമുക്ക് എന്താണ് പറയാൻ പറ്റില്ല, ആക്റ്റീവ് ഫോർമാറ്റിലാണ്. സോ മെനി എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക്. മെനിയയ്ക്ക് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കുക. എക്സ്പ്ലനേഷൻ ഇതാണ്, മെനി എ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. അപ്പോൾ ഓർക്കണേ, മെനി എന്ന് മാത്രം വന്നാൽ അതിനുശേഷം എന്തായിരിക്കും? വെർബ് പ്ലൂറൽ ആണ് കേട്ടോ. മെനി പ്ലസ് കൗണ്ടബിൾ നൗൺ പ്ലസ് പ്ലൂറൽ വെർബ് എന്നാണ്. മെനി മാത്രം വന്നാൽ മെനിക്ക് ശേഷം എപ്പോഴും എന്താണ്? കൗണ്ടബിൾ നൗണും വരും, അതിനുശേഷം പ്ലൂറൽ വെർബുമാണ് വരുന്നത്. മെനിക്ക് ശേഷം എല്ലായ്പ്പോഴും കൗണ്ടബിൾ നൗൺ ആയിരിക്കും വരുന്നത്, അതിനുശേഷം പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടുന്നത്. ഫോർ എക്സാമ്പിൾ, മെനി പാസഞ്ചേഴ്സ് ഡാഷ് ഹേർട്ട് ഇൻ ദ ആക്സിഡൻറ്റ് was where? Okay, many passengers dash hurt in the accident. ഇവിടെ മെനി വന്നു, മെനിക്ക് ശേഷം എന്താ? പാസഞ്ചേഴ്സ് ആണ് കിടക്കുന്നത്. കറക്റ്റ് ആണ്. മെനി പ്ലസ് കൗണ്ടബിൾ നൗൺ ആണ് വന്നിരിക്കുന്നത്. ശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. ഇവിടെ പ്ലൂറൽ ഏതാ? വെയർ ആണ്. നമുക്ക് വെയർ എഴുതാം. മെനി പാസഞ്ചേഴ്സ് വെയർ ഹേർട്ട് ഇൻ ദ ആക്സിഡൻറ്റ്. അപ്പോൾ നോക്കേ, മെനിയുടെ കൂടെ എ വന്നാൽ, മെനി എ എന്ന് വന്നാൽ, ഇനി മെനി ആൻ ആയാലും അത് തന്നെ, മെനി എ വന്നാൽ അതിനുശേഷം എല്ലാം സിംഗുലർ ആണ്. സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ മെനിന്ന് മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ പ്ലൂറൽ ആണെന്ന് ഓർക്കുക. മെനിന്ന് മാത്രം വന്നാൽ റൂൾ ഇതാണ്, കൗണ്ടബിൾ നൗൺ പ്ലസ് പ്ലൂറൽ വെർബാണ്. മെനി മാത്രം വന്നാൽ കൗണ്ടബിൾ നൗൺ പ്ലസ് പ്ലൂറൽ വെർബാണ്. അപ്പം മെനി പറഞ്ഞു, മെനിയെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മച്ച് കൂടി ഒന്ന് പറയണം. മച്ച് വന്നാൽ അതിനുശേഷം സിംഗുലർ ആണ് കേട്ടോ. മച്ച് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഓക്കെ, അപ്പോൾ നോക്കുക, മെനി വന്നാൽ കൗണ്ടബിൾ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ്. മെനി എ വന്നാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ്. മച്ച് വന്നാൽ മച്ചിന് ശേഷം എപ്പോഴും അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിംഗുലർ വെർബ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മച്ച് വാട്ടർ ഡാഷ് ഓവർഫ്ലോഡ്. ഓപ്ഷൻ ഹാസ് ഹാവ്. നോക്കേ, ഇവിടെ മച്ച് വന്നു. മച്ചിന് ശേഷം എന്താ വരേണ്ടുന്നത്? മച്ച് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. കറക്റ്റ് ആണ്. മച്ച് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ വന്നു. അതിനുശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഏതാ ഇവിടെ സിംഗുലർ? ഹാസ് ആണ്. ഹാസ് എഴുതി. ഇത് ഒരെണ്ണം പറഞ്ഞപ്പോൾ ഇതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് 3 എടുത്തു പറഞ്ഞത്. മച്ചിന് ശേഷം അൺകൗണ്ടബിൾ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്.
മെനിക്ക് ശേഷം കൗണ്ടബിൾ നൗണും പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെ സെറ്റായിട്ട് തന്നോളും. മച്ചിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ തന്നെ വരും, മെനിക്ക് ശേഷം കൗണ്ടബിൾ നൗൺ തന്നെ വരും. ഇവിടെ സിംഗുലറും അവിടെ പ്ലൂറലും നിങ്ങൾ ഉപയോഗിക്കുക. ഇത് ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. മെനിയുടെ കൂടെ എ എന്നോ ആനെന്നോ വന്നാൽ അതിനുശേഷം എല്ലാം സിംഗുലറാണ്. മെനി എ ഓർ ആൻ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ്. നെക്സ്റ്റ്, എവരി വൺ ഈസ് പ്രസൻറ്റ്. ക്വസ്റ്റ്യൻ ടാഗിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എവരി വൺ ഈസ് പ്രസൻറ്റ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഈസ് എവരി വൺ, ഓപ്ഷൻ ബി ആർ ദേ, ഓപ്ഷൻ സി ആറിൻ്റെ ദേ, ഓപ്ഷൻ ഡി ഈസിൻ്റെ എവരി വൺ. ഇവിടെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, ആറിൻ്റെ ദേ ആണ്. അപ്പം നിങ്ങൾ നോക്കേ, എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ? ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം തീർച്ച വരുത്തുവാനായി ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം തീർച്ച വരുത്തുവാനായി ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എല്ലായ്പ്പോഴും ആരംഭിക്കുന്നത് ഒരു ഓക്സിലറി വെർബിലായിരിക്കും. നമുക്ക് തരുന്ന സെൻറ്റൻസിൽ ഒന്നുകിൽ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് എടുത്ത് നമ്മൾ ടാഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇൻ കേസ് നമ്മുടെ സെൻറ്റൻസിൽ ഒരു ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ നമ്മൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ്, ഡു, ഡിഡ് എന്നിവ കണ്ടെത്തി ടാഗ് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം നോക്കാം ഇതിൻ്റെ ടാഗ് നമ്മൾ എങ്ങനെ എഴുതും. ആദ്യമേ നമ്മൾ നോക്കുന്നത് അവിടുത്തെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്നാണ്. ഇവിടെ ഒരു ഓക്സിലറി വെർബ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഈസ് എന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒരു ടാഗ് എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. വൈ? എന്തുകൊണ്ട്? അതായത് ഈ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് നമ്മുടെ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആകണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകണം. ഇനി നമ്മുടെ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നുമില്ലെങ്കിൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം. ഷോർട്ട് ഫോം ഇൻഡ് എന്ന് ചേർത്താൽ മതി. അപ്പോൾ ഈസിൻ്റെ കൂടെ നമ്മൾ എന്താ? സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയാം? നെഗറ്റീവ് വേർഡുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നോ, നോട്ട്, നത്തിങ്, നെവർ, നില്ല്, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി, സെൽഡം, അതുപോലെ ഫ്യൂ, ലിറ്റിൽ, എക്സെട്ര. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് വേർഡുകൾ ഒന്നും സെൻറ്റൻസിലില്ല. അതുകൊണ്ട് സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. അപ്പോൾ ഈസിനോടൊപ്പം നോട്ട് ചേർക്കുന്നു, ഈസിൻ്റെ. ഇനി നോക്കേ, എവരി വൺ വന്നിരിക്കുന്നു. ഈ എവരി വൺ, എവരിബഡി, എനിബഡി, സംബഡി, നോബഡി, എവരി വൺ, എനി വൺ, സം വൺ, നോ വൺ, ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം, ഇവയിലൊക്കെ സെൻറ്റൻസ് ആരംഭിച്ചാൽ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോട്ട് തരാം. ഇവയിലൊക്കെ സെൻറ്റൻസ് ആരംഭിച്ചാൽ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് അഥവാ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് എന്താണ്? ദേ ആണ്. അപ്പോൾ നമ്മൾ ഈസിൻ്റെ ദേ എന്ന് എഴുതി. ആൻസർ ആറിൻ്റെ ദേ ആണ്. വെയിറ്റ് പറയാം. അപ്പോൾ ഈസിൻ്റെ ദേ എന്ന് നമ്മൾ എഴുതി. പക്ഷേ ഈ ഒരു ടാഗ് തെറ്റായിട്ടുള്ള ടാഗാണ്. ഇവിടെ ഈസിൻ്റെ ദേ എന്ന് നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ പ്രോനൗൺ ദേ ആണ്. ദേ എന്ന് പറയുന്ന പ്രോനൗൺ എന്താണ്? ഒരു പ്ലൂറൽ പ്രോനൗൺ ആണ്. ഒരു പ്ലൂറൽ പ്രോനൗണും ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഇവിടെ എന്താണ്? സിംഗുലർ ആണ്. ഒരു പ്ലൂറൽ പ്രോനൗണും സിംഗുലർ ഓക്സിലറി വെർബുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പ്ലൂറൽ പ്രോനൗണും സിംഗുലർ ഓക്സിലറി വെർബും വരുന്ന ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോനൗണിനെ ഇവിടെ ഇങ്ങനെ അങ്ങ് നിലനിർത്തിയിട്ട് ഈ ഓക്സിലറി വെർബിനെ അങ്ങ് എന്താക്കുക? പ്ലൂറലാക്കി മാറ്റുക. ഈസിൻ്റെ പ്ലൂറൽ ആറാണ്, ആറിൻ്റെ ദേ ആണ് ടാഗ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഈസാണ്, സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ഈസിനോടൊപ്പം നോട്ട് ചേർക്കുന്നു, ഈസിൻ്റെ. എവരി വൺ വന്നാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ദേ ആണ് ഉപയോഗിക്കേണ്ടുന്നത്. ദേ എന്ന ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനൗൺ പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഈ സിംഗുലറായിട്ട് കിടന്ന ഓക്സിലറി വെർബിനെയും കൂടെ എന്താക്കുക? പ്ലൂറലാക്കുക. പ്രോനൗണിനെ അവിടെ നിലനിർത്തിയിട്ട് ഓക്സിലറി വെർബിനെ പ്ലൂറലാക്കുക.
അപ്പം ഈസിൻ്റെ പ്ലൂറൽ ആറാണ്, ആറിൻ്റെ ദേ എന്ന് ടാഗ് എഴുതി. അപ്പോൾ ഈ ദേ വന്നതുപോലെ വിയും പിന്നെ സെക്കൻഡ് പേഴ്സൺ യു, ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് സെക്കൻഡ് പേഴ്സൺ യു പ്ലൂറലാണ് സെക്കൻഡ് പേഴ്സൺ യു പ്ലൂറൽ ആണെന്ന് ഓർക്കുക. ഇനി നമ്മൾ ടാഗ് എഴുതുമ്പോൾ എവിടെ ആയാലും നമ്മുടെ പ്രോനൗൺ ദേയോ വിയോ യുവോ വന്നാൽ നിങ്ങൾ അതിനിപ്പുറത്ത് കിടക്കുന്ന ഓക്സിലറി വെർബ് ഒന്ന് നോക്കിക്കോണം. ആ ഓക്സിലറി വെർബ് സിംഗുലർ ആണെങ്കിൽ അതിങ്ങടെ എന്താക്കി മാറ്റുക, പ്ലൂറലാക്കി കൊടുക്കുക. ശ്രദ്ധിക്കണേ, ഇവിടെ ആൻസർ ആറിൻ്റെത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് എന്തൊക്കെ വന്നാൽ അവിടെ എവരി വൺ വന്നതുപോലെ ഈ പറയുന്ന ഏത് വന്നാലും ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് അഥവാ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ദേ ആണ് ഉപയോഗിക്കുക. ഏതൊക്കെയാണ് ഒന്ന് പഠിച്ചേ. എവരിബഡി, എനിബഡി, സംബഡി, നോബഡി. എവരി വൺ, എനി വൺ, സം വൺ, നോ വൺ. ഒന്നുകൂടെ. എവരിബഡി, എനിബഡി, സംബഡി, നോബഡി. എവരി വൺ, എനി വൺ, someone, no one. Few, a few. Few, a few. None. Few, a few, none. Few, a few, none. അടുത്ത either, neither. Either, neither. Few, a few, none. Either, neither. Each, some of them, all of them. Each, some of them, all of them. Each, some of them, all of them. അപ്പോൾ ഇവയിലൊക്കെ സെൻറ്റൻസ് ആരംഭിച്ചാൽ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് അഥവാ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, ദേ എഴുതാം. അപ്പോൾ ഒന്നുകൂടെ. എവരിബഡി, എനിബഡി, സംബഡി, നോബഡി. എവരി വൺ, എനി വൺ, സം വൺ, നോ വൺ. ഫ്യൂ, എ ഫ്യൂ, നൺ. എയ്തർ, നെയ്തർ. ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം. ഇവയിലൊക്കെ ആരംഭിക്കുന്ന സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ദേ ആയിരിക്കും. അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ, ഇങ്ങനെ പ്രോനൗണായിട്ട് നമ്മൾ ദേ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു സിംഗുലർ ഓക്സിലറി വെർബും പ്ലൂറൽ പ്രോനൗണും വരുന്ന സാഹചര്യത്തിൽ അവിടെ ദേ വന്നു അപ്പുറത്ത് ഈസ് വന്നു, അല്ലെങ്കിൽ അവിടെ ദേ വന്നു അപ്പുറത്ത് വാസ് വന്നു, അല്ലെങ്കിൽ അവിടെ ദേ വന്നു അവിടെ ഡസ് വന്നു, ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്തോ ചെയ്യുക, ആ പ്രോനൗണിനെ, ആ ദേയെ അല്ലെ വിയെ അല്ലെ യുവിനെ അവിടെ നിലനിർത്തുകയും ഓക്സിലറി വെർബ്, എ വി നിട്ടേക്കുന്ന ഓക്സിലറി വെർബാണ്, ഓക്സിലറി വെർബിനെ അങ്ങ് പ്ലൂറലാക്കി മാറ്റുകയുമാണ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു സിംഗുലർ ഓക്സിലറി വെർബും ഒരു പ്ലൂറൽ പ്രോനൗണും വരുന്ന സാഹചര്യങ്ങളിൽ പ്രോനൗൺ നിലനിർത്തുകയും ഓക്സിലറി വെർബിനെ പ്ലൂറലാക്കി മാറ്റുകയും ചെയ്യുന്നു. നോക്കാം ഒരു ക്വസ്റ്റ്യൻ. എവരിബഡി ഹാസ് കം ടു ദ പാർട്ടി. നമ്മൾ നോക്കി ഇവിടെ എന്ത് കണ്ടു, ഒരു ഓക്സിലറി വെർബ് നമ്മൾ കണ്ടു. നമ്മളിവിടെ കണ്ട ഓക്സിലറി വെർബ് ഏതാ, ഹാസ് ആണ്. ഓക്കെ ആണേ. അടുത്ത സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കി. ഈ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സെൻറ്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകണം. അപ്പോൾ നമുക്ക് ഹാസിൻ്റെ എന്ന് എഴുതാം. എവരിബഡിയാണ് കിടക്കുന്നത്. ഇപ്പം എവരിബഡി വന്നാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് എഴുതും, ദേ എഴുതും. എവരിബഡി വന്നാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ദേ എഴുതും. അപ്പോൾ ഹാസിൻ്റെ ദേ എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. ദേ വരുന്നത് കൊണ്ട്, പ്രോനൗൺ ദേ വരുന്നത് കൊണ്ട് ആ ഓക്സിലറി വെർബിനെ ഇങ്ങടെ പാസ്റ്റ് ആക്കി പ്ലൂറലാക്കി മാറ്റുക. ഹാസിൻ്റെ പ്ലൂറൽ ഏതാ, ഹാവാണ്. സോ ഹാവിൻ്റെ ദേ എന്നാണ് അവിടുത്തെ ടാഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. എവരി വൺ വാസ് ഹാപ്പി. ഇവിടെ നോക്കുക, ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാണ്, വാസ് ആണ്. വാസ് എന്ന ഒരു ഓക്സിലറി വെർബ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. ഓരോ വേർഡും എടുത്ത് നോക്കുക, ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടോ എന്ന്. ഇവിടെ നെഗറ്റീവ് വേർഡ് ഒന്നും വന്നിട്ടില്ല. സോ നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. വാസിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ വാസിൻ്റെ എന്ന് വരും. എവരി വൺ വരുന്നത് കൊണ്ട് പ്രോനൗൺ എന്താണ്, ദേ ആണ്. അപ്പോൾ വാസിൻ്റെ ദേ എന്ന് എഴുതാൻ പറ്റില്ല. വാസിൻ്റെ പ്ലൂറൽ എഴുതുക. ദേ പ്ലൂറൽ പ്രോനൗൺ വന്നതുകൊണ്ട് ആ ഓക്സിലറി വെർബിനെയും നിങ്ങൾ എന്താക്കുക, പ്ലൂറൽ ആക്കുക. വാസിൻ്റെ പ്ലൂറൽ ഏതാ, വെയർ ആണ്. വെയറിൻ്റെ ദേ എന്ന് ടാഗ് എഴുതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. നോ വൺ ഹാസ് കം. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഹാസ് ആണ്.
സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. നോ വൺ ഒരു നെഗറ്റീവ് വേർഡ് സെൻറ്റൻസിലുണ്ട്. അതുകൊണ്ട് സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആകണം. നോ വൺ വന്നതുകൊണ്ട് പ്രോനോൺ ദേ ആണ്. അപ്പോൾ ഹാസ് ദേ എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. പ്രോനോൺ പ്ലൂറൽ ആണ്. പ്ലൂറൽ പ്രോനോൺ ആയതുകൊണ്ട് ഓക്സിലറി വെർബിനെയും പ്ലൂറൽ ആക്കി മാറ്റുക. ഹാസിൻ്റെ പ്ലൂറൽ ഏതാ? ഹാവ് ആണ്. ഹാവ് ദേ എന്ന് ടാഗ് എഴുതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എവരിബഡി പാസ്ഡ് ദ ടെസ്റ്റ്. ഇവിടെ നമുക്ക് ഇതേപോലെ ഡയറക്റ്റായിട്ട് ഒരു ഓക്സിലറി വെർബ് ഇല്ല. ഡയറക്റ്റായിട്ട് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ? പാസ്ഡ് ആണ്. അപ്പോൾ പാസ്ഡ് എന്ന് പറയുമ്പോൾ അത് V2 ഫോം ആണ്. V2 ഫോം വന്നാൽ എന്ത് കിട്ടും? ഡിഡ് കിട്ടും. V1 ആണെങ്കിൽ എന്താണ്? ഡു കിട്ടും. ഇനി വെർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ എന്താണ്? ഡസ് ആണ്. ഇവിടെ പാസ്ഡ് ആണ്, V2 ആണ്. അതുകൊണ്ട് നമുക്ക് ഡിഡ് എഴുതാം. ഡയറക്റ്റായിട്ട് ഒരു ഓക്സിലറി വെർബ് ഇല്ല. മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തു. V2 ഫോം ആയതുകൊണ്ട് ഡിഡ് കിട്ടി. ഡിഡ്. ഇനി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കേ. ഇവിടെ നെഗറ്റീവ് വേർഡുകൾ ഒന്നും വന്നിട്ടില്ല. സോ നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. ഡിഡിൻറ്റ്. എവരിബഡി വന്നാൽ പ്രോനോൺ ഓഫ് ദ സബ്ജക്റ്റ് ദേ ആണെന്ന് പഠിച്ചു. സോ ഡിഡിൻറ്റ് ദേ എന്ന് ടാഗ് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.